ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെ കേട്ട് നോക്കിയാലോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇന്ന് രാവിലെ കറക്റ്റ് 6:30 തന്നെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പര ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം 12 മണിക്ക് കൃത്യം നമ്മുടെ പവിത്രം അപ്കമിങ് വിശേഷം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ 3 പരമ്പരകൾ ഇന്നിപ്പോൾ അതേ കാറ്റത്തെ കിളിക്കൂട് കൃത്യം 2:30 തന്നെ അപ്ലോഡ് ചെയ്യാണ്. എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കേട്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കേൾക്കുക. നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തന്നെ നാളത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷം ഞാൻ പറയാൻ പോവാണ്. അങ്ങനെ നമ്മുടെ അമ്പലത്തിലെ വഴിപാടുകളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ സുധീഷും സുഭാഷും ഒക്കെ അവിടുത്തെ തിരുമേനിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാളെ ഒരു വലിയ വിശേഷപ്പെട്ട പൂജ നടത്തുന്ന ദിവസമാണ്. അപ്പം സ്ത്രീകളാണ് ആ പൂജ കൂടുതലും ചെയ്യുന്നതെന്നാണ് ആ മണിച്ചേട്ടനൊക്കെ പറഞ്ഞത്. അപ്പം നമ്മുടെ സുഭാഷ് മുഖത്തോട് മുഖം നോക്കിയാണ്. കാരണം സ്ത്രീകളെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യണേ. അപ്പോഴേക്കും നമ്മുടെ ലളിത അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, അതെ മണി, ആ കുടുംബത്ത് സ്ത്രീകളെന്ന് പറയാൻ അവിടെ ആരാ ഉള്ളത്? ആ 5 ആണുങ്ങൾ മാത്രമുള്ള ഒരു കുടുംബം. വലിയ പറഞ്ഞിട്ടും വലിയ കാര്യമുണ്ടോ? എന്നിട്ട് കുറേ കുറ്റങ്ങൾ ലളിത അങ്ങ് ഇരുന്ന് പറയാണ്. ഒരു ജയിലിൽ പോയി കിടന്ന ഒരുത്തന തന്ത എന്നും പറഞ്ഞ് ഭാസ്കറിനെയും കുറേ കുറ്റം പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സുഭാഷ് പറയുന്നുണ്ട്, എന്തിനാ അമ്മ ഈ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ആൾക്കാരുടെ അടുത്ത് ഈ ഇല്ലാത്തത് പറഞ്ഞു കൊടുക്കണേ? ഞാൻ പറയണേണോ? നാട്ടുകാർ മൊത്തം പറഞ്ഞ് നടക്കണുണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രമായിട്ട് കൂട്ടണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ പറയുന്നതോ എന്ന രീതിയിൽ ലളിത പറയാണ്. ഇത് കേൾക്കുമ്പോൾ സുധീഷിനും ഹരീഷിനും അങ്ങോട്ട് ദേഷ്യം പറയാണ്. നിധിക്ക് അതിനേക്കാളേറെ ദേഷ്യം. ഈ സ്ത്രീ ഇങ്ങനത്തെ ഒരു സ്ത്രീയാണല്ലോ, എപ്പോൾ നോക്കിയാലും നമ്മുടെ കുറ്റം കണ്ടുപിടിക്കൽ, നമ്മുടെ കുറ്റം പറയൽ. അപ്പോൾ സുനന്ദ അടുത്തിരുന്ന് പറയുന്നുണ്ട്, എൻ്റെ പൊന്നമ്മേ ഒന്ന് വാ അടച്ച് വെക്കാവോ? അമ്മ വന്നത് അമ്പലത്തിലേക്കാണ്, അല്ലാണ്ട് വീട്ടിലല്ല. ഇങ്ങനെ ചന്തയിൽ സംസാരിക്കും പോലെയുള്ള സംസാരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് സുനന്ദ കുറേ പറയാണ്. പക്ഷേ ആരെടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ലളിതയുടെ വായിലെ നാക്ക് ക്ലിപ്പിടാൻ ഒരാൾക്കും പറ്റില്ല. അത് അങ്ങനത്തെ ഒരു നാക്കാണ്. എന്തായാലും ഭാസ്കറിനെ കുറ്റപ്പെടുത്തിയത് സുഭാഷിന് സഹിക്കാൻ പറ്റില്ല, അവർക്ക് ആർക്കും പറ്റില്ല. സുഭാഷ് എതിർത്ത് പറയുന്നുണ്ട്, അമ്മായി ആവശ്യമില്ലാത്ത ഓരോന്നും പറഞ്ഞ് നടക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു ഇത്തിരി ഇതായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പൂജയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നാളത്തെ ആ പൂജ ഒരു കുടുംബത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീ, ആ കുടുംബത്തിലെ സ്ത്രീകൾ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ദോഷങ്ങളെല്ലാം മാറും. അപ്പോഴേക്കും മണിച്ചേട്ടൻ പറഞ്ഞു, അല്ല ഈ കുട്ടി നിങ്ങളുടെ കുടുംബത്തിലല്ലേ, ഈ കുട്ടി ചെയ്താലും മതി. ആര്? നമ്മുടെ നിധി. അപ്പം ലളിത അവിടെ ഇരുന്ന ഉടൻ തന്നെ പറയണ്, എവള് ചെയ്ത കണക്ക് തന്നെ. അതെ, മൂത്തവന് കല്യാണം നോക്കി നോക്കി മടുത്തിട്ടിരിക്കണതാ. കല്യാണമേ നടക്കൂല. എങ്ങനെ നടക്കും? ഈ 5 ആണുങ്ങളുള്ള വീട്ടിൽ ഏതെങ്കിലും പെണ്ണ് നിൽക്കുമോ? പിന്നെ എവൾ എത്ര ദിവസം നിൽക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയാം എന്ന് ലളിത പറയുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും പെണ്ണ് കല്യാണം കഴിഞ്ഞ് വരണമെന്ന് വെച്ചാലോ, ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ പോലും ഇല്ലാത്ത വീട്ടിലോട്ട് ഏതെങ്കിലും വീട്ടുകാർ പെൺമക്കളാക്കെ എട്ടിച്ച് വിടുമോ എന്നൊക്കെ ഓരോ കുത്തുവാക്ക് ലളിത ഇരുന്നുകൊണ്ട് പറയണേ. അപ്പോഴേക്കും നമ്മുടെ നിധി പറഞ്ഞു, അതെ, ഈ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പൂജ ഞാൻ ചെയ്യും. അപ്പം സുഭാഷ്, മോളെ നീ എന്തറിഞ്ഞിട്ടാണ് പറയണ? വലിയ വലിയ വഴിപാടുകളൊക്കെ ആണെങ്കിൽ മോളെ കൊണ്ട് പറ്റില്ല. അതൊന്നും സാരമില്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ സുഭാഷ് ഏട്ടാ, ഞാൻ അതെന്തായാലും ചെയ്യും എന്ന രീതി തന്നെ നിധി തറപ്പിച്ച് പറയണ്. അപ്പോൾ സുധീഷിന് ഭയങ്കര ഒരു സന്തോഷമൊക്കെ ആവണം. കാര്യം വേറൊന്നുമല്ല, നിധി എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അത്രയും ആ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞല്ലോ, ഒരു പൂജ വഴിപാടാണെങ്കിലും എന്താണെങ്കിലും ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ നിധിയെ നോക്കി ചിരിച്ചിങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. ലളിത, കാണാം, നാളെ കാണാം നീ എന്തോരം പൂജ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നാളെ കണ്ടറിയാമെന്നിങ്ങനെ ലളിത പറയാണ്. അപ്പം നിധിക്കും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടി തന്നെ നിധിയും തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പം മണിച്ചേട്ടൻ ഈ പൂജയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളും വഴിപാടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് ദൂരം നിന്ന് വരെ പല സ്ത്രീകളും ആ കുടുംബത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് വന്ന് ഇങ്ങനെ ഓരോ പൂജ വർഷത്തിൽ ഇങ്ങനെ ചെയ്യും. അത് ചെയ്താൽ തന്നെ നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുമെന്ന് പറയണേ. അപ്പോൾ എന്തായാലും നാളെ രാവിലെ നിങ്ങളെല്ലാവരും കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് ഇങ്ങോട്ട് പോരുക. ഈ പൂജ എല്ലാവർക്കും ഒപ്പം നമുക്കും ചെയ്യാം എന്ന രീതിയിൽ മണിച്ചേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എടുപ്പിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ നമ്മുടെ സുഭാഷും സുധീഷും അവരെല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ സുനന്ദ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും, കാരണം എല്ലാവരും ഉറങ്ങി എഴുന്നേറ്റൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ സുഭാഷ് അവർക്കൊക്കെ ചായ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ സുനന്ദ വന്നിട്ട് ചോദിക്കുന്നത്, അതെ ഇന്നലെ ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാവരും നന്നായിട്ട് ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം സുധീഷും ഹരീഷും നികേഷൊക്കെ പറയും, ഞങ്ങൾക്ക് കുഴപ്പമൊന്നും
കുഴപ്പമൊന്നുമില്ല. നികേഷ് പറഞ്ഞു ഞാൻ നന്നായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞു. അപ്പോഴാണ് സുഭാഷ് പറഞ്ഞു എനിക്കെന്തോ വീട് മാറിക്കിടന്നിട്ടാണെന്ന് തോന്നുന്നു, അത്ര ഒരു ഉറക്കം കിട്ടിയില്ല. പിന്നെ സുഭാഷ് ഏട്ടൻ കൂർക്കം വലിച്ചുറങ്ങണം ഞാൻ കേട്ടല്ലോ എന്നിങ്ങനെ സുധീഷ് പറയണ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചാന്ദിനി വരെയാണ്. ചാന്ദിനി വന്നിട്ട് പറയണ്, ഹിന്ദി പറയണ് ചൂടുവെള്ളം ഇല്ലയെന്ന്. അപ്പോൾ സുഭാഷ് പറഞ്ഞു ഞാൻ രാവിലെ കുളിച്ചാണല്ലോ ചാന്ദിനി. അപ്പോൾ നമ്മുടെ സുനന്ദ പറയുമ്പോൾ നോക്കാം, ഞാൻ ചൂടുവെള്ളം അവിടെ വരുന്നതാണല്ലോ. അങ്ങനെ ബാത്റൂമിലോട്ട് പോയി നോക്കുമ്പോൾ സുനന്ദ നോക്കുമ്പോൾ അവിടുത്തെ ആ ഹീറ്ററിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല, അത് സ്വിച്ച് വെളിയിലാണ്. അപ്പം അത് ചാന്ദിനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ സുഭാഷും അതിൻ്റെ ഒപ്പം തന്നെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ ചാന്ദിനിക്ക് ആ സ്വിച്ചൊക്കെ ഓൺ ചെയ്ത് കൊടുത്തപ്പോൾ സുനന്ദ ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. ചാന്ദിനി അങ്ങോട്ടേക്ക് കുളിക്കാനായിട്ട് ഇങ്ങനെ ബാത്റൂമിലോട്ട് കയറണതും കാലൊന്ന് തെന്നിപ്പോവാണ്. കറക്റ്റ് സുഭാഷ് അങ്ങ് പിടിക്കുകയാണ് നമ്മുടെ ചാന്ദിനീനെ. അങ്ങനെ അവർ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇത് കണ്ട് നമ്മുടെ സുനന്ദ അന്താളിച്ച് നിൽക്കുകയാണ്, ഇതെന്താ ഇവിടെ സംഭവിച്ചതെന്നുള്ളത്. കാര്യം ചാന്ദിനിയെ അങ്ങനെ സുനന്ദയ്ക്ക് അറിയില്ല, ഇവരെ കൂടെ വന്നൊരു കുട്ടി എന്നുള്ളത് മാത്രമേ സുനന്ദയ്ക്ക് അറിയാവൂ, കുറച്ച് അല്ലാണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അങ്ങനെ അവർ മുഖത്തോട് മുഖം പരസ്പരം നോക്കി നിന്നു കേട്ടോ ഒരു നിമിഷം. എന്നിട്ട് ചാന്ദിനി പെട്ടെന്ന് സോറി ഭയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുളിക്കാനായിട്ട് കയറി പോയിട്ടോ. എന്നിട്ട് സുഭാഷ് ചാന്ദിനീനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയെ അങ്ങനെ അത്രയും അടുത്ത് സുഭാഷ് ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നാണക്കേടുമൊക്കെ നമ്മുടെ സുഭാഷിൻ്റെ മനസ്സിൽ വന്നു കേട്ടോ. അപ്പം നമ്മുടെ സുനന്ദയ്ക്ക് ചിരി വന്നു കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ചാന്ദിനി കുളിച്ചൊക്കെ ഇറങ്ങി വരെയാണ്. സുഭാഷ് അപ്പോഴേക്കും പോയി. അപ്പോഴേക്കും ചാന്ദിനിയുടെ അടുത്ത് നമ്മുടെ സുനന്ദ പേരൊക്കെ എന്താണെന്ന് ചോദിക്കണം. അപ്പം ഹിന്ദിയിലാണ്. അപ്പം നമ്മുടെ സുനന്ദയ്ക്ക് അറിയാവുന്ന രീതിയിൽ സുനന്ദ ഹിന്ദിയിൽ ഓരോന്ന് ചോദിച്ച് എൻ്റെ പേര് ഇതാണ്, അമ്മാവൻ്റെ മകളാണ് ഞാനെന്നൊക്കെ സുനന്ദ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാന്ദിനിയെ. അത് കഴിഞ്ഞ് നമ്മുടെ നികേഷ് വന്നപ്പോഴത്തേക്കും നമ്മുടെ സുനന്ദ ചോദിച്ചു, എടാ ഈ കുട്ടി ഏതാ? അപ്പം പറയുന്നുണ്ട് ഇങ്ങനെ സുഭാഷ് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അഭിനാഷ് എന്ന് പറയുന്ന ഒരു ഭായിയുടെ അനിയത്തിയാണ്. അത് നാട്ടിലെന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പം ഇവിടെ 2-3 ദിവസത്തേക്ക് നമ്മളെ കൂടെ കൊണ്ട് നിർത്തിയതാണ്. കാരണം നാട്ടിൽ നിന്നൊക്കെ ഈ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകാൻ ആരോ വരുന്നുണ്ട്, അതുകൊണ്ട് സുഭാഷ് ഏട്ടൻ പറഞ്ഞു വീട്ടിൽ കൊണ്ട് നിർത്താൻ. പക്ഷേ ആ സമയത്താണ് നമ്മൾ അമ്പലത്തിൽ പോണ കാര്യം തീരുമാനിച്ചത്, അതുകൊണ്ട് നമ്മൾ ചാന്ദിനിയും കൂടെ ഇങ്ങ് കൂട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ സുനിത പറയുന്നുണ്ട് എന്തായാലും 2 പേരും നല്ല ചേർച്ച, നല്ല സുന്ദരി കുട്ടിയവള്. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടന് ആ കുട്ടിയൊന്ന് ആലോചിച്ചാലോ. പിന്നെ 2 പേരും കല്യാണം കഴിഞ്ഞിട്ട് ഭാഷ അറിയേണ്ട എന്ത് സംസാരിക്കാനാ, ഒന്ന് പോയേ. സുഭാഷ് ഏട്ടന് വേറെ ഏതെങ്കിലും പെൺകുട്ടി മതി, കല്യാണം ആലോചിക്കാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നികേഷ് നമ്മുടെ സുനന്ദേനെ ഒച്ചെടുക്കുകയാണ് കേട്ടോ. പക്ഷെ എന്തോ സുനന്ദയ്ക്ക് ഇവർ തമ്മിൽ നല്ല ചേർച്ചയും നല്ല ഇതും തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് സുനന്ദയും ഇവരെല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് ഈ അമ്പലത്തെക്കുറിച്ചും വഴിപാടിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവരെല്ലാവരും കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലോട്ട് ചെല്ലുകയാണ്. അപ്പം നമ്മുടെ മണിച്ചേട്ടൻ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ഇവിടെ വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ കണിശം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന പല തടസ്സങ്ങളും മാറി, വിവാഹമാണെങ്കിലും ശരി മറ്റെന്താണെങ്കിലും എല്ലാം മാറിക്കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടോ. അങ്ങനെ അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നിധി എന്തായാലും വഴിപാട് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ പിന്നീടാണ് അറിയുന്നത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വഴിപാടെന്ന് പറയുന്നത് വലിയൊരു വഴിപാടാണ്. അതായത് തീച്ചട്ടി കയ്യിലൊക്കെ പിടിച്ചിട്ടുള്ള വലിയ വഴിപാടാണ്. അത് കേട്ടപ്പോൾ സുഭാഷും സുധീഷൊക്കെ പേടിച്ച് പോവുകയാണ്. നിധിക്കും ഒരു അന്താളി പൈപ്പ്, ഇനിയിപ്പോൾ എന്താ ചെയ്യണേ? അങ്ങനെ നിധി പേടിച്ച് മാറി നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ലളിത വരെയാണ്. അപ്പോൾ നിധി മാറി നിൽക്കുക, ബാക്കി പൂജ ചെയ്യാൻ വഴിപാട് ചെയ്യുന്നവരൊക്കെ കയറി ആ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നിധി ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ലളിത ചോദിച്ചു, ഇതെന്താ നീ മാറി നിൽക്കുമോ? ഇന്നലെ വലിയ വീരവാദമൊക്കെ ഇളക്കിയതാണല്ലോ, ഇന്ന് എന്തു പറ്റി എന്ന് ചോദിച്ച് ലളിതേരെ കളിയാക്കൽ അങ്ങോട്ട് തുടങ്ങിയേനെ കേട്ടോ. അങ്ങനെ ഇത് കേട്ടപ്പോഴത്തേക്ക് നിധിക്ക് ഇനി എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് പറഞ്ഞു, അതെ നിങ്ങൾ പോയി ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്തോ, നിധിയുടെ കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിധിനെ ഇങ്ങോട്ട് വന്നേ നിധി എന്നും പറഞ്ഞ് സുധീഷ് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന സീന് നമ്മുടെ നീതുവിൻ്റെ വീട് കാണിക്കുകയാണ്. അതായത് നമ്മുടെ അഖിൽ ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യണം. കാരണം ഹരീഷും മറ്റാരും തന്നെ ഇവിടെ ഇല്ലാത്ത സമയം നോക്കി എങ്ങനെയെങ്കിലും നീതുവിൻ്റെ കല്യാണം നടത്തണം. അഖിലിന് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമല്ല. ഹരീഷിൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞ് കാലെടുത്ത് വെക്കരുത്, അതെനിക്കിഷ്ടമല്ല. അവൻ എന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയത്, നീ കണ്ടോ ഞാൻ അവളെ കല്യാണം കഴിക്കണേന്നും പറഞ്ഞ് ഹരീഷ് ഒരിക്കൽ വെല്ലുവിളിച്ചായിരുന്നല്ലോ. അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഈ 3-4 ദിവസം കൊണ്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ അഖിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ അഖിലിൻ്റെ ഒരു കൂട്ടുകാരൻ മിഥുൻ എന്ന പേരുള്ള ഒരു പയ്യനുണ്ട്, അവൻ്റെ അടുത്ത് നീതുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ ഇവിടെ ഇല്ല, ഹരീഷ് ആ സമയം നോക്കി നീതുവിൻ്റെ കല്യാണം നടത്തണം, അപ്പോൾ നിനക്ക് പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. കേട്ട പാടി തന്നെ മിഥുൻ പറയുന്നുണ്ട്, അതിനെന്താടാ നിൻ്റെ സഹോദരിയുടെ ഒരു കാര്യമല്ലേ,
എനിക്കൊരു സമ്മതക്കുറവുമില്ല, ഞാൻ എന്തായാലും അവളെ കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഒട്ടും താമസിക്കേണ്ട, ഇന്ന് തന്നെ നമുക്ക് വിവാഹം നടത്താമെന്നും പറഞ്ഞ് രാവിലെ തന്നെ അഖിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പം മിഥുന് ഒരു ഇഷ്ടക്കുറവുമില്ല, ഇങ്ങനെ ഹരീഷുമായിട്ട് അവൾക്ക് നീതുവിനൊരു ബന്ധമുണ്ട്, അല്ലാണ്ട് അതിനപ്പുറം ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ മിഥുൻ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അഖിൽ വന്ന് വീട്ടിൽ സീതയുടെ അടുത്തും ചന്ദ്രൻ്റെ അടുത്തും ഒക്കെ പറയുന്നുണ്ട്, അതെ ഇന്നതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരൻ സമ്മതിച്ചിട്ടുണ്ട്, ഈ ഹരീഷ് തെണ്ടി വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് എവിടെ കല്യാണം നടത്താമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സീത പറയുന്നുണ്ട്, എടാ മോനെ ഇതൊക്കെ നടപടിയാവോ, ആരാ മുതലെന്ന് നിനക്കറിയാലോ. അപ്പം പറയാം, അമ്മ ഒന്നും പറയണ്ട, എവളെ ഒരുക്കി ഒന്ന് അമ്പലത്തിലോട്ട് കൊണ്ടുവന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സീത ചെന്ന് റൂമിൽ ചെന്ന് തട്ടേണ്. അപ്പോഴേക്കും നമ്മുടെ നീതു ഹരീഷുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നീതു കഥ ഓർന്നിട്ട് എന്തേന്ന് ചോദിക്കാം, അതെ അമ്പലത്തിലോട്ട് പോവാ, നീ ഒന്ന് വരാൻ പറഞ്ഞു, അതിൻ്റെ ഇന്ന് പ്രത്യേകത എന്ന് നീതു ചോദിക്കുമ്പോൾ, അതെ ഇന്നൊരു പ്രത്യേക വഴിപാടും പൂജയും ചെയ്യുന്നുണ്ട്, അപ്പം എല്ലാ കുടുംബക്കാരും വേണമെന്ന് പറയണ. അപ്പോൾ പറയും ശരിയെന്ന് ഞാൻ വരാമെന്ന് പറയും. അതെ നീ സാരി ഉടുത്താൽ മതി എന്ന് സീത പറയണ. സാരിയോ, അതെന്തിനാ സാരി ഉടുക്കണേ, നീ പറഞ്ഞത് കേട്ടാൽ മതി, അവിടെ വല്ല ബന്ധുക്കളൊക്കെ വരുന്ന വൃത്തിക്കും ഭംഗിക്കും പോകണം എന്നിങ്ങനെ പറയണ. ഓ പിന്നെ ദേ സാരി ഉടുക്കാൻ പറഞ്ഞ് സാരി ഉടുത്താൽ മതി എന്ന് സീത പറഞ്ഞിട്ട് പോയണ. അങ്ങനെ നീതു കോളൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് കോളൊക്കെ കട്ട് ചെയ്തിട്ട് സാരിയൊക്കെ ഉടുത്ത് അണിഞ്ഞൊരുങ്ങി വരെയാണ്. എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരുങ്ങിയാണ്. അങ്ങനെ സീതയും ചന്ദ്രനും നീതുവും കൂടെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അമ്പലത്തിലോട്ട് വരെയാണ്. ഈ സമയം നമ്മുടെ അഖിലും കൂട്ടുകാരും കൂടെ ചേർന്ന് വിവാഹത്തിൻ്റെ പരിപാടികളെല്ലാം ചെയ്ത് അതിന് വേണ്ടുന്ന താലിയും കാര്യങ്ങളൊക്കെ മേടിച്ച് എല്ലാം സെറ്റാക്കി വെച്ചൊക്കെയാണ്. ഇനി എവരിങ്ങ് എത്തിയാൽ മാത്രം മതി, ആര്, നീതുവും അമ്മയും അച്ഛനും. അപ്പോഴേക്കും നമ്മുടെ മിഥുൻ്റെ തോളത്ത് കൈയിട്ടിട്ട് അഖിൽ പറഞ്ഞു, എടാ ഈ ഒരു ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ പറഞ്ഞു, എന്തിനാടാ അതിനൊക്കെ ഇത്രയും ഒരു ഇത്, അതെ പെങ്ങളെ ഞാൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ സ്ത്രീധനമൊന്നും നീ കുറയ്ക്കാൻ നിൽക്കേണ്ട എന്നിങ്ങനെ മിഥുൻ പറഞ്ഞു. എടാ നീ അത് പറയണോ, നീ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് തരാൻ കഴിവുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് തരാൻ എന്നെ ചെയ്യാം. അയ്യോടാ നീ സീരിയസ് ആവല്ലേ, മിഥുൻ പറഞ്ഞു. ഞാൻ നിൻ്റെ കൂടെ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞല്ലേ, എനിക്കൊന്നും വേണ്ട, ഞാൻ മറ്റാരെങ്കിലും ആണോ കെട്ടുന്നത്, നിൻ്റെ പെങ്ങളെയല്ലേ, നിൻ്റെ കുടുംബത്തിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഒരു പേരുദോഷം മാറാൻ വേണ്ടി നീ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു, എനിക്ക് അവളോട് ഇഷ്ടക്കുറവൊന്നുമില്ല. അപ്പോൾ അത് പറഞ്ഞ് കേട്ടപ്പോഴത്തേക്ക് അഖിലിന് സന്തോഷമാവേണം കേട്ടോ. അങ്ങനെ നീതുവിൻ്റെ അമ്മയും അച്ഛനും ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. അപ്പം ഈ ടോപ്പിക്ക് ഇവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ നിധിയുടെ വിശേഷങ്ങളിലോട്ട് നമുക്കൊന്ന് പോവാം. അവിടെ നിധി ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ആ വഴിപാട് ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കാരണം എല്ലാവരും ഭക്തിയോടുകൂടി ആ ദേവിയെ വിളിച്ച് ആ ഒരു അത്രയും ഒരു ഭക്തിയോടുകൂടി എല്ലാവരും ആ വഴിപാടിന് നിൽക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളും മാറും. നിധിക്ക് അപ്പോൾ എന്തോ മനസ്സിൽ ഈ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും, സുഭാഷ് ഏട്ടൻ്റെ കല്യാണം, മറ്റു പല 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 പ്രശ്നങ്ങളും ഉണ്ട്, അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം, എന്തായാലും ഈ ഒരു വഴിപാട് ഞാനും ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അക്കൂട്ടത്തിൽ നമ്മുടെ നിധിയും കയറി നിൽക്കുകയാണ്. കുറേ കഴിഞ്ഞ് സുഭാഷും സുധീഷും നോക്കുമ്പോൾ ദേ അവരുടെ കൂട്ടത്തിൽ നിധി ഈ വഴിപാട് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കുറേ നേരം പറഞ്ഞു, മോളെ നീ ഇങ്ങോട്ട് പോര്, സുഭാഷ് പറഞ്ഞു നോക്കി, സുധീഷും പറഞ്ഞു നോക്കി. നിധി പറഞ്ഞു, എന്ത് വന്നാലും കുഴപ്പമില്ല, ഈ റിസ്ക് ഞാൻ ഏറ്റെടുക്കുക തന്നെ, നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറട്ടെ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് നിധി ഈ പൂജ ചെയ്യാനായിട്ട് നിൽക്കുന്ന സീനാണ് കാണിച്ച് നിർത്തണേ. അപ്പം നാളെ നമ്മുടെ നീതുവിൻ്റെ കല്യാണം ഇനിയിപ്പോൾ നടക്കുമോ മിഥുനുമായിട്ട് എന്നുള്ളത് കണ്ടറിയാം. അതോടൊപ്പം തന്നെ നമ്മുടെ നിധി ഈ വഴിപാട് പൂർത്തീകരിക്കാൻ നിധിക്ക് സാധിക്കുമോ, അപ്പോൾ ഈ ഒരു ഇതൊക്കെ നമുക്ക് കാത്തിരിക്കാമല്ലേ എന്തായി തീരും എന്നുള്ളത് പുതിയ വിശേഷങ്ങൾക്കായിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവർ വിവാഹിതരായ 6:30-ക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 12 മണിക്ക് നമ്മുടെ പവിത്രം സീസൺ 2 അപ്കമിങ് വിശേഷം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ടും നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ പ്രൊമോ വൈൻഡപ്പ് ആവാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.